ഡിയർ ഫ്രണ്ട്സ്, പല സാലറിഡ് എംപ്ലോയീസും നേരിടുന്ന ഒരു പ്രശ്നമാണ് സാലറി ക്രെഡിറ്റ് ആവുന്നു, അതുപോലെ തന്നെ EMIs, ക്രെഡിറ്റ് കാർഡ് അങ്ങനെ കൂടെ പോയിട്ട് അക്കൗണ്ട് കാലിയാവുന്നു. എന്തുകൊണ്ട് അങ്ങനെ? ഇപ്പൊ പഠിക്കുന്ന സമയത്ത് അച്ഛനും അമ്മേരെയും പോക്കറ്റ് മണി കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാർ ജോലി കിട്ടി അത്യാവശ്യം കുഴപ്പമുള്ള ശമ്പളം കിട്ടുമ്പോൾ ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അതിനുള്ള സൊല്യൂഷനാണ് ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് പ്രോഗ്രാം. അതായത് ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ പ്രോഗ്രാമാണ് ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് പ്രോഗ്രാം. ഇത് കിട്ടുന്ന സാലറി എങ്ങനെയൊക്കെ നമ്മൾ സേവിങ്സ് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നാലും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കും. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് എങ്ങനെ ചെയ്യാം, പെൻഷൻ ഫണ്ട് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ടിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, EMIs എങ്ങനെ കൈകാര്യം ചെയ്യണം, ലോൺസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നിങ്ങനെയുള്ള വെരി ബേസിക് കാര്യങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ലൈഫും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നല്ലതായിരിക്കും. ഈ വലിയ വലിയ കമ്പനികൾ ശമ്പളം കൊടുക്കും, അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു അവയർനെസ് ഈ എംപ്ലോയീസിന് കൊടുത്തിട്ടില്ല. ചെറിയ കമ്പനി ആയിക്കോട്ടെ വലിയ കമ്പനി ആയിക്കോട്ടെ, എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അവയർനെസ് കൊടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്, എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ നമ്മൾ വീടിന് തറകെട്ടുന്ന പോലെ വെരി ബേസിക് ഫൗണ്ടേഷൻ നമ്മളൊന്ന് കെട്ടിക്കൊടുത്താൽ മതി, ബാക്കിയെല്ലാം സെറ്റായി പൊക്കോളും. അപ്പോൾ ഇത് കൊടുത്തുള്ള ഗുണം എന്താ? ഈ എംപ്ലോയീസ് ഫിനാൻഷ്യലി കോൺഫിഡന്റ് ആയിരിക്കും, അവർ ഡിസിപ്ലിൻഡ് വർക്ക് ഫോഴ്സ് ആയിരിക്കും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് അവയർനെസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചോളൂ കേട്ടോ. ഓക്കെ, ബൈ.